കേൾക്കുന്നവനെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരൻ ഏതു വിധത്തിലാണ് എന്ന് പൗലോസ് പറയുന്നു. ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, കോട്ടിമാറ്റരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്. ദൈവവചനം വസ്തുനിഷ്ഠമായി പഠിക്കുകയും വസ്തുനിഷ്ഠമായി പ്രസംഗിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരൻ. അങ്ങനെ ചെയ്താൽ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി തീരും. ദൈവവചനമാണെന്നും പറഞ്ഞ് കിഴവിക്കഥ പറഞ്ഞാൽ, ദൈവവചനമാണെന്നും പറഞ്ഞ് പ്രാസപ്രസംഗം നടത്തിയാൽ അതൊന്നും ദൈവവചനമാകത്തില്ല. ജനപ്രിയ പ്രസംഗകന്മാരെന്നും പറഞ്ഞ് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നെന്ന് പറയുന്നു. പക്ഷെ ദൈവവചനവുമായിട്ട് കാര്യമായ ബന്ധമൊന്നുമില്ല. വെറുതെ പ്രാസം, അർത്ഥശൂന്യമായ കുറെ കിഴവിക്കഥകൾ, ഇതൊക്കെയാണ് കയ്യിലുള്ളത്. ആ എന്നൊരക്ഷരത്തിലാണ് പ്രസംഗം തുടങ്ങുന്നതെങ്കിൽ കുറെ നേരത്തേക്ക് പിന്നെ ആയാണ്. മലയാളത്തിൽ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതെല്ലാം വാക്കുണ്ടോ അതെല്ലാം തപ്പിപ്പറക്കും. കാ എന്നൊരക്ഷരം തുടങ്ങിയ പിന്നെ കായാണ്. കർത്തനെ, കാരിരുമ്പ് ഒക്കെ പറഞ്ഞ് കാ കൂരിരുളും ഒക്കെ ഉണ്ടാകും. അതിനിടയ്ക്ക് കലമൊന്നും പറയാൻ സാധ്യതയുണ്ട്. കാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ആയാലും വേണ്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ തുടങ്ങിയാൽ പിന്നെ ആ അക്ഷരത്തേലാണ്. പിന്നെ തമാശ കുറെ അങ്ങ് പറയും, ജനങ്ങളെ ചിരിപ്പിക്കുക. ചിരിപ്പിച്ചേ മതിയാവുമെങ്കിൽ ഇവൻ വല്ല മിമിക്രിയും തുടങ്ങുകയായിരുന്നു നല്ലത്. ഈ തരത്തിലുള്ള പ്രസംഗം പ്രസംഗിച്ചിട്ട് സുവിശേഷ പ്രസംഗമാണ് എന്ന് പറഞ്ഞാൽ അത് സുവിശേഷ പ്രസംഗമല്ല. ജനപ്രിയ പ്രസംഗകനാണെന്നും പറഞ്ഞ് നടക്കുന്നവൻ സുവിശേഷ പ്രസംഗകനായിരിക്കാൻ സാധിക്കുകയുമില്ല. ജനങ്ങൾക്ക് പ്രിയമുള്ളത് പ്രസംഗിക്കുകയല്ല സുവിശേഷകന്റെ ജോലി. ജനത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം പ്രസംഗിക്കുക, ദൈവവചനം പ്രസംഗിക്കുക എന്നതാണ്. ഇവിടെ പൗലോസ് പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. സത്യവചനം പ്രസംഗിക്കുന്നവനാണ് ദൈവത്തിന് കൊള്ളാവുന്നവൻ. മിമിക്രിയുമായിട്ട് നടക്കുന്നവൻ, പ്രാസപ്രസംഗവുമായിട്ട് നടക്കുന്നവൻ, കിഴവിക്കഥയും പറഞ്ഞ് ജനപ്രിയ പ്രസംഗവുമായിട്ട് നടക്കുന്നവൻ ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനല്ല. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ഭക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വൃഥാലാപങ്ങൾ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബാബ്ലിംഗ് എന്നാണ്. വെറും ബാബ്ലിംഗ്, ബളബളബള എന്ന് പറയുന്ന പോലെ. മലയാളത്തിൽ ആ പറയുന്ന അർത്ഥം തന്നെയാണ് ബാബ്ലിംഗ്. ഒരു കഥയില്ല, പ്രാസം മാത്രം. അതിനകത്ത് വല്ല ഭക്തിയുണ്ടോ? അതിനകത്ത് വല്ല ആത്മീയമുണ്ടോ? വചനമുണ്ടോ? ഒന്നുമില്ല. കേൾക്കാൻ നല്ല രസമാണ്, അത്രമാത്രമേ ഉള്ളൂ. അതാണ് പറയുന്ന ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ. വെറുതെ ഉള്ള ആലാപനങ്ങളൊക്കെ ഒഴിവാക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ഇത്തരം പ്രസംഗവും കൊണ്ട് നടക്കുന്നവന്മാര് ഭക്തന്മാരാണെന്നല്ല ബൈബിൾ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രാസപ്രസംഗവും പറഞ്ഞ് ജനപ്രിയ പ്രസംഗകരായിട്ട് നടക്കുന്നവര് അവരഭക്തന്മാരാണ്. അവരഭക്തന്മാരാണെന്ന് മാത്രമല്ല, ഈ തരം പ്രസംഗത്തിൽ രസിച്ച് നടക്കുന്നവരും അഭക്തരാണ്. ഇന്ന് കുറച്ചധികം ആളുകൾ ഈ ഇനത്തിലുണ്ട്. ദൈവമക്കളെ സൂക്ഷിക്കുക. ഇത് സുവിശേഷ പ്രസംഗമല്ല, ദൈവവചനമല്ല, അപകടകരമായ വൃഥാലാപങ്ങളാണ്, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളാണ്. ഇങ്ങനെയുള്ളവർക്ക് അഭക്തിയേ ഉള്ളൂ. കേൾക്കുന്നവന് അഭക്തി ഉണ്ടാവുകയും ചെയ്യും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ക്യാൻസറിന്റെ പ്രത്യേകത എന്താണ്? അൺകൺട്രോൾഡ് ഗ്രോത്ത് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്താണ് ഈ അൺകൺട്രോൾഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്? ആവശ്യമില്ലാത്ത ഒരു ഗ്രോത്ത് ഉണ്ടാകും. ഇപ്പൊ വാസ്തവത്തില് നമ്മുടെ ഒരു വിരല് സാധാരണഗതി വളർന്നു നിന്നാ മതി. പക്ഷെ ആ വിരൽ അങ്ങോട്ട് നീളാൻ തുടങ്ങുക, നിയന്ത്രണമില്ലാതെ അങ്ങ് വളർന്നു പോയാൽ ആ വിരൽ കൊണ്ട് വല്ല ഗുണവും ഉണ്ടാകുമോ? അങ്ങനെ നിയന്ത്രണമില്ലാതെ വളർന്നു കഴിഞ്ഞിട്ട് അവസാനം വ്രണവും പിടിച്ച് ആ കൈ തന്നെ കണ്ടിച്ചു കളയേണ്ട സ്ഥിതി വരും. അതാണ് പറയുന്നത്, അർബുദവ്യാധി പോലെ, ക്യാൻസർ പോലെ അത് വളർന്നുകൊണ്ടിരിക്കും. ഈ തരക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ, നമ്മുടെ കൺവെൻഷൻ ഈ പ്രാസപ്രസംഗരെ വിളിച്ച് പ്രസംഗിപ്പിച്ചാൽ, ഇവൻ വളർന്ന് അവസാനം നമ്മുടെ പ്രസ്ഥാനത്തെ തന്നെ മുടിക്കും, ദൈവസഭയെ തന്നെ മുടിക്കും. അതുകൊണ്ട് ഈ അർബുദ പാർട്ടിയെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ പൗലോസ് ചിലരുടെയൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട്.
ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. പൗലോസിന് രണ്ടുപേരുടെ പേരെടുത്ത് പറയാമെങ്കിൽ പൗലോസിന്റെ 10 പോലും വിശുദ്ധിയില്ലാത്ത എനിക്കൊരു 20 പേരുടെ എങ്കിലും പേര് പറയാം. എങ്കിലും തൽക്കാലം ഞാൻ പറയുന്നില്ല, പറയേണ്ടതായിരുന്നു. പൗലോസ് പറയുന്നു ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. ഏതാ? ഈ അർബുദവ്യാധി പോലെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാര്, ജനപ്രിയ പ്രസംഗകര്, ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. രണ്ടുപേരുടെ പേരാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ ശ്വാസത്തിന് 20 പേര് പറയാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കപട സുവിശേഷകര് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹം വാസ്തവത്തിലുണ്ട്. എങ്കിലും ഞാനത് വിട്ടുകളയുന്നു. ഹ്യൂമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി. പ്രാസവും പ്രസംഗിച്ച് നടന്നിട്ട് അവസാനം എന്നാ പറ്റി? സത്യം വിട്ട് തെറ്റി. അവസാനം ദുരുപദേശത്തിൽ ചെന്ന് കയറി. എന്താ ദുരുപദേശം? പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞു. എപ്പോഴാണാവോ ഈ പുനരുത്ഥാനം ഉണ്ടായത്? ഒരു പിടിയില്ല. ഇവര് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ച് അവസാനം പറഞ്ഞു പുനരുത്ഥാനമൊക്കെ കഴിഞ്ഞു, ഇനി പുനരുത്ഥാനം ഇല്ല. അപ്പൊ എപ്പോഴാ പുനരുത്ഥാനം ഉണ്ടായത്? അതൊന്നും ചോദിക്കേണ്ടതൊക്കെ കഴിഞ്ഞു. ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ കുറെ പേരുണ്ടായി. അവരുടെ വിശ്വാസവും പോയി. ഒരു ജനപ്രിയ പ്രസംഗകൻ ഇന്നാള് പ്രസംഗിക്കുകയാണ്, കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ശരിയാണ്, അങ്ങനെ പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആകയാൽ ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ച കാര്യമാണ് അവിടെ പറയുന്നത്. എവിടെ പോയി നിൽക്കുന്നു? യേശു ക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. കാരണം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചു. ഇതാണ് സുവിശേഷ പ്രസംഗത്തിന്റെ പ്രസംഗം. വേറൊരു ദിവസം പുള്ളി പ്രസംഗിക്കുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ ദൈവത്തെ ദുഃഖിപ്പിച്ചതിന് ശേഷം ബൈബിളിലെ 66-ാം പുസ്തകത്തിൽ വന്നപ്പോൾ 666 തെറ്റിയിലുള്ളവനായിട്ട് നിൽക്കുന്നു. കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഇതിനകത്ത് തന്നെ അത് ദുരുപദേശം എന്ന് നിങ്ങൾ ചോദിക്കും. 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് ശരി തന്നെയാണ്. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമെന്നും അതിന്റെ 6-ാം വാക്യമെന്നും ഉള്ളത് ദൈവവചനത്തിന്റെ ഭാഗമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം ദൈവവചനത്തിന്റെ ഭാഗമല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. മോശയും പത്രോസും പൗലോസും ഒക്കെ എഴുതിയപ്പോ അധ്യായവും വാക്യവും വെച്ചല്ല എഴുതിയത്. ഇവരൊക്കെ എഴുതി എത്രയോ കാലങ്ങൾക്ക് ശേഷം. ബൈബിളിലെ ഓരോ ഭാഗം നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി തികച്ചും മാനുഷികമായ കരങ്ങളാൽ, മാനുഷികമായ ഇച്ഛയ്ക്കനുസൃതമായി അധ്യായങ്ങളും വാക്യങ്ങളും ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമെന്നോ 6-ാം വാക്യമെന്നോ പറയുന്നതിന് ആത്മീയ അർത്ഥമൊന്നുമില്ല. അത് ദൈവവചനത്തിന്റെ ഭാഗമല്ല അധ്യായവും വാക്യവും. ഇനി 66-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നതിലും കഥയൊന്നുമില്ല. കാരണം പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകവും ഉള്ളത് കൊണ്ട് 66 ആയതാണ്. എന്നാൽ എബ്രായ ബൈബിളില് 22 പുസ്തകമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പുസ്തകം കുറഞ്ഞു പോയതല്ല. ഈ 39 പുസ്തകവും അവിടെ ഉണ്ട്. പക്ഷെ എബ്രായ അക്ഷരങ്ങൾക്ക് തുല്യമാക്കാൻ വേണ്ടി പുസ്തകങ്ങളുടെ എണ്ണം അവർ കുറച്ചു. അതായത് 2-3 പുസ്തകമൊക്കെ ഒരുമിച്ച് ചേർത്തു. ഇരമ്യാവിന്റെ പുസ്തകവും വിലാപങ്ങളുടെ പുസ്തകവും കൂടെ ഒരുമിച്ച് ചേർത്തു. എസ്രായും നെഹമ്യാവും കൂടെ ഒരുമിച്ചാക്കി. അങ്ങനെ പലതും ഒന്നിച്ചാക്കി കഴിഞ്ഞപ്പോൾ 22 ഉള്ളൂ. അപ്പൊ 66 എന്ന് പറയുന്നതിലും വലിയ കഥയൊന്നുമില്ല. ഇങ്ങനെ അർത്ഥശൂന്യമായ പ്രസംഗങ്ങൾ, പ്രാസം ഒപ്പിച്ചുള്ള പ്രസംഗം പ്രസംഗിച്ച് ഏതാണ്ട് ഭയങ്കര കാര്യം സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കടുത്ത ദുരുപദേശങ്ങളിൽ ചെന്ന് കയറും. ആകയാൽ നാം സൂക്ഷിക്കേണ്ടതാണ്. ദുരുപദേശങ്ങൾ പറയാൻ വേണ്ടി പ്രാസം പറഞ്ഞു, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളുടെ പിന്നാലെ പോയും കുഴപ്പത്തിൽ ചാടരുത്. എന്നിട്ടേ പൗലോസ് അവസാനമായ ഒരു കാര്യം പറഞ്ഞു നിർത്തുകയാണ്. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു. ആരെല്ലാം എന്തെല്ലാം ദുരുപദേശം പറഞ്ഞാലും, ആരെല്ലാം പ്രാസം പറഞ്ഞ് ആരെയെല്ലാം വഴിതെറ്റിച്ചാലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. ദൈവത്തിന്റെ അടിസ്ഥാനമാണിത്. കർത്താവിനെ പിൻപറ്റുന്നവനെല്ലാവരും അനീതി വിട്ടകന്നുകൊള്ളട്ടെ, നീതി മാത്രം ചെയ്യട്ടെ. ദൈവദാസനാകാൻ വേണ്ടി നീതി ചെയ്യുകയല്ല, ദൈവദാസനായതുകൊണ്ട് നീതി ചെയ്യട്ടെ.
അങ്ങനെ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവിനുള്ളവർ നീതി പ്രവൃത്തി ചെയ്യട്ടെ. അതാണ് ദൈവത്തിന്റെ അടിസ്ഥാനങ്ങൾ. ആരെല്ലാം എന്തെല്ലാം ദുരുപദേശങ്ങൾ പ്രസംഗിച്ച് ആരെയെല്ലാം വഴിതെറ്റിച്ചാലും ദൈവത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് പൗലോസ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എന്താണ് പൗലോസെ തീമോത്തിയോസിന് കൊടുക്കുന്ന ദൂതിന്റെ ചുരുക്കം? തീമോത്തിയോസെ, ചട്ടപ്രകാരം നീ പോരാടേണ്ടതാണ്, അല്ലെങ്കിൽ നീ കിരീടം പ്രാപിക്കയില്ല. പടയാളി എങ്ങനെയാണ് പടചേർത്തവനെ പ്രസാദിപ്പിക്കുന്നത് എന്ന് നീ നോക്കുക. അതുപോലെ തന്നെ ഒരു കൃഷിക്കാരൻ അവൻ അധ്വാനിച്ചാൽ അവന് അതിന്റെ പ്രതിഫലം തീർച്ചയായും കിട്ടുന്നതാണ്. നീ ദൈവത്തിന്റെ ഹിതപ്രകാരം വേണം ദൈവവേല ചെയ്യുവാൻ, സത്യസുവിശേഷം വേണം പ്രസംഗിക്കുവാൻ. ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക എന്നതാകുന്നു സുവിശേഷം. സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഭാഗമായി ഞാനിപ്പോൾ ചങ്ങല ധരിച്ചിരിക്കുകയാണ്. നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കുക. ക്രിസ്ത്യാനിക്ക് കഷ്ടങ്ങളുണ്ട്, അത് നമ്മുടെ അവകാശമാണ്. നാം പാടുന്ന പാട്ടിൽ പറയുന്നത് പോലെ അവനോടുകൂടി നാം മരിച്ചാല് അവനോടുകൂടി ജീവിക്കും, അവനോടുകൂടി സഹിച്ചാലേ അവനോടുകൂടി വാഴും. അവനെ തള്ളിപ്പറഞ്ഞാൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം തെറ്റിപ്പോയാലും അവൻ വിശ്വസ്തനായിട്ടിരിക്കുന്നു. കാരണം ദൈവത്തിന് അവന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയുന്നതല്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും നീ ഓർക്കുക, യാതൊരു ഗുണവും ചെയ്യാത്ത തർക്കങ്ങൾക്ക് പിന്നാലെ ആരും പോകരുത്. കേൾക്കുന്നവനെ മറിച്ചു കളയുന്ന തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവനാണ് ദൈവത്തിന് ഹിതമായ വേല ചെയ്യുന്നവൻ. ആകയാൽ നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത സാക്ഷിയാകുക. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെല്ലാം നീ ഒഴിവാക്കുക. ഇങ്ങനെയുള്ളവർ അഭക്തന്മാരാണ്, അവരെ സൂക്ഷിക്കുക. അവർ അർബുദവ്യാധി പോലെയാണ്. ഹ്യുമനിയോസും ഫിലത്തോസും ഒക്കെ അങ്ങനെ ആ വഴിയിൽ പോയി അവരെ പലരെയും മറിച്ചു കളയുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിന്റെ ദാസന്മാർ അനീതി വിട്ട് നീതി ചെയ്യട്ടെ. ഇതാകുന്നു പൗലോസ് പറയുന്നതിന്റെ ചുരുക്കം. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, അനീതി വിട്ടകന്നെ നമുക്ക് നീതി ചെയ്യാം, സത്യവചനത്തെ നമുക്ക് പ്രസംഗിക്കാം. ദൈവവചനത്തിന് പകരം കർണരസമാകുമാറുള്ള പ്രാസപ്രയോഗങ്ങളും കിഴവിക്കഥകളും പറഞ്ഞ് ജനത്തെ ചിരിപ്പിച്ച് ജനപ്രിയ പ്രസംഗകർ എന്നുള്ള പേരെടുക്കുന്നത് അവസാനിപ്പിക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം. അങ്ങനെയുള്ളവരാണ് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത സാക്ഷികൾ. അവരാണ് ശരിയായ സുവിശേഷ പ്രവർത്തകർ. കർത്താവായ യേശുവിനെ പ്രസംഗിക്കുന്നതാണ് ശരിയായ സുവിശേഷ വേല. മറ്റെല്ലാം അതിന്റെ പിന്നിൽ മാത്രമേ വരുന്നുള്ളൂ. ആകയാൽ ദൈവഹിതപ്രകാരം ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട്, സത്യസുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത സാക്ഷികളായി നിൽക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആശ്രിതവത്സലനേഷു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ആശ്രിതവത്സലനേ, 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 ആശ്രിതവത്സലനേ.